Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുകേഷിന്റെ കേസ് രണ്ടെന്നാണോ പറയുന്നത്? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. രണ്ട് സ്ഥിതിഗതികളിലുള്ളതാണ്, രണ്ട് പശ്ചാത്തലമാണ്. എനിക്കും തോന്നിയത്. അല്ല പറയാൻ പാടില്ല. അല്ല കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല. ഇത്രയും വലിയ ചെറ്റകളെ സുഖിക്കാൻ വിട്ടിട്ടാണ് ഈ നിസ്സാരക്കാരായ ഞങ്ങളുടെ പുറകെ സാർ നടക്കുന്നത്. അതെല്ലാം മറുപടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ല. എന്റെ നാക്കെ ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം? കോൺഗ്രസ് പറയുന്നത് CPM-ൽ ഇത്തരത്തിലുള്ള ഒരു പീഡന പരാതി വന്നാൽ അത് പാർട്ടി കോടതി അന്വേഷിച്ച് നടപടിയെടുക്കുന്നതാണ്. അത്തരം വാർത്ത ഇന്ന് രാവിലെ ഞാനും കണ്ടു, മാധ്യമങ്ങളിൽ അത് കണ്ടു. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നിങ്ങളായി നിങ്ങളുടെ പാടായി, നമ്മളീ നാട്ടുകാരനല്ലപ്പാ. പരാതി വന്നാൽ പരാതി പോലീസിന് കൈമാറുകയും നിയമപരമായ വഴിയിൽ കൂടി തന്നെ അത് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്ന ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കും. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായേനെ. അത് ഞങ്ങൾ നിയമത്തിന് വിടുക. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. നിയമം അനുശാസിക്കുന്ന ഏത് കുറ്റവാളിക്കും ഏത് പീഡകനും ബാധകമായ വിധത്തിലുള്ള ശിക്ഷ ഉണ്ടാകണം. നിയമം അനുശാസിക്കുന്ന ശിക്ഷ പോകാൻ പാർട്ടിക്ക് നടപടിയൊന്നുമില്ല. അതുപോലെ പറയാൻ പറ്റില്ല, കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കി നടത്തണമല്ലോ. ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഇത് ഇത്രയധികം വന്നപ്പോ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള മര്യാദയെങ്കിലും കോൺഗ്രസ് പാർട്ടി കാണിക്കണമായിരുന്നു. ഇതല്ല, ഇതിലും വലുത് വന്നാലും നമ്മൾ കാണേണ്ടി വരും. കണ്ടോ, നിങ്ങൾക്കായിരുന്നല്ലോ ദണ്ണം ഉത്സവം അവരെ ഏൽപ്പിക്കാഞ്ഞിട്ട്. കണ്ണ് നിറച്ച് കണ്ടോ. ഇതുപോലെ ഒരു സ്ത്രീ പീഡകനാന്ന് അറിയുന്ന ആളിനെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞാൽ, അത് മാത്രമല്ല അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സമൂഹത്തിന് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. കൃത്യസമയത്താണ് നിങ്ങളെ കണ്ടത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി അഥവാ എപ്പോഴെങ്കിലും മറന്നു പോയാ എന്നെ ഓർമ്മിപ്പിക്കണേ.